എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നൊരു പാഡഡ് ബ്ലൗസിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണാം. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇത് മെയിൻ ക്ലോത്ത് ആണ്. നമുക്ക് ലൈനിങ്ങിൽ ആദ്യം കട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം ഇതിൻ്റെ ഇവിടെ ഒന്ന് സ്ട്രൈറ്റ് ആക്കി എടുക്കാം. അതിനുശേഷം ഇതിൻ്റെ ഇറക്കം 14 ഇഞ്ചാണ്. 1 ഇഞ്ച് തയ്യത്തുമ്പ് ചേർത്തിട്ട് 15 ഇഞ്ച് മാർക്ക് ചെയ്യാം. അത് ഇങ്ങോട്ട് മാർക്ക് ചെയ്തിട്ട് ഒരു സ്ട്രൈറ്റ് ലൈൻ ആക്കാം. ഷോൾഡർ 11 ഇഞ്ചാണ്. 5.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ആം ഹോൾ 5.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യുക. അതിനുശേഷം ചെസ്റ്റ് 36 ആണ്. അപ്പോൾ അതിൻ്റെ 4 9 ഇഞ്ച് മാർക്ക് ചെയ്യുക. 1.5 ഇഞ്ച് തയ്യത്തുമ്പ് മാർക്ക് ചെയ്യുക. ബോട്ടം വന്നിട്ട് 28 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4 7 ഇഞ്ച്, 1 ഇഞ്ച് ടക്കിന്, 1.5 ഇഞ്ച് തയ്യത്തുമ്പ്. ഇവിടെ നമ്മൾ ചെസ്റ്റ് 36 എന്ന് പറയുന്നത് 32 ചെസ്റ്റ് റൗണ്ടുള്ള ആളുടെ ബ്ലൗസാണ്. അപ്പോൾ 4 ഇഞ്ച് കൂട്ടിയിട്ടാണ് നമ്മൾ 36 കണക്കാക്കുന്നത്. അപ്പോൾ അതിൻ്റെ 4 ഈ 9 ഇഞ്ച്. ബോട്ടം നമ്മൾ കറക്റ്റ് അളവ് തന്നെയാണ് വയ്ക്കാറ്. ഇനി ഇതിൻ്റെ നെക്ക് വെടുത്ത് 2.25 കൊടുക്കാം. ഇറക്കം വന്നിട്ട് ഇവിടെ തയ്യത്തുമ്പ് കഴിഞ്ഞിട്ട് ഇവിടെ 1/2 ഇഞ്ച് തയ്യത്തുമ്പ് കഴിഞ്ഞിട്ട് 8.25 ഇഞ്ച് കൊടുക്കാം. 9 ഇഞ്ചാണ് ഇതിൻ്റെ നെക്ക്. ഇവിടെ 2.25 ഇഞ്ചാണ് കൊടുത്തത്. ഇവിടെ 3.25 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം റൗണ്ട് ഷേപ്പ് വരയ്ക്കാം. ഇവിടെ ഒരു 1/4 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കാം. അതുപോലെ ഇവിടെ ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ആം ഹോൾ വരയ്ക്കാം. ഇനി ഇവിടെ ഒന്ന് അളന്ന് നോക്കാം. 7.5 ഇഞ്ച് കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഇനി ഇവിടെ ടക്ക് ഒന്ന് മാർക്ക് ചെയ്യാം. ഇവിടെ ഇതിൻ്റെ സെൻറ്റർ എടുക്കുക. 4 ഇഞ്ചിൽ ടക്ക് വരയ്ക്കാം. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. സോറി, ഇത് ബാക്ക് ഓപ്പൺ ആണ്. അപ്പോൾ നമ്മളിവിടെ ഒരു 1/4 ഇഞ്ച് എക്സ്ട്രാ തയ്യത്തുമ്പ് ഇടണം. അപ്പോൾ ഇവിടെ നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. ഇവിടെ അല്പം തയ്യത്തുമ്പ് കമ്മിയാവും. അത് നമ്മൾ തുണിയിലെടുത്താൽ മതി. ഇനി ഇതിൻ്റെ ഫ്രണ്ട് കട്ട് ചെയ്യാം. ഈ സൈഡ് വയ്ക്കുക. ഇവിടെ വന്നിട്ട് ഈ ലൈനിനൊപ്പം വയ്ക്കുക. അതുപോലെ ബോട്ടം ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ വയ്ക്കുക. ഫ്രണ്ട് നമ്മൾ 14 15 വെച്ചത്. ഇവിടെ ബാക്ക് വന്നിട്ട് 15.5 ഇഞ്ച് വയ്ക്കുക. അതുപോലെ ഇവിടെ വന്നിട്ട് 1 ഇഞ്ച് എക്സ്ട്രാ വയ്ക്കുക. ബോട്ടം 1/2 ഇഞ്ച് എക്സ്ട്രാ വയ്ക്കുക. വേസ്റ്റ് 1 ഇഞ്ച് എക്സ്ട്രാ വയ്ക്കുക. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഫ്രണ്ട് നെക്ക് 6 ഇഞ്ചാണ്. ഇവിടെ തയ്യത്തുമ്പ് 1/2 ഇഞ്ച് വിട്ടിട്ട് 5.25 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇവിടെ 2.25 ഇഞ്ച് വെച്ചിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു 1/4 ഇഞ്ച് കൂടുതൽ വയ്ക്കാം. അതിനുശേഷം ഇവിടെ ഒരു ചെറിയൊരു ഷേപ്പ് കൊടുക്കാം. ഇനി ഇതിൻ്റെ ബെസ്റ്റ് പോയിന്റ് 10.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. ഇത് പ്രിൻസസ് കട്ടാണ്. അപ്പോൾ ഇത് സാധാ ബ്ലൗസിൻ്റെ അതേ മെത്തേഡിൽ തന്നെയാണ് നമ്മൾ ടക്കെല്ലാം മാർക്ക് ചെയ്യേണ്ടത്. ചെസ്റ്റിൻ്റെ 10 ഒരു 1/2 ഇഞ്ച് കൂടുതൽ വെക്കണം. കാരണം ഇവിടെ ഒരു കട്ടിങ് വരും. 4 ഇഞ്ച് ഒരു പോയിന്റും വയ്ക്കുക.
കാരണം ഇവിടെ നമ്മൾ കട്ട് ചെയ്തിട്ട് ജോയിൻ്റ് ചെയ്യും, അപ്പോൾ അത് കറക്റ്റായിട്ട് വരും. ഇവിടെ 1 ഇഞ്ച് ഇടുന്നത് ഇവിടെ ഒരു ജോയിൻ്റ് വരുന്നതും പിന്നെ ഇവിടെ ഒരു 1/4 ഇഞ്ച് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട്. അപ്പോൾ അതിന് കണക്കാക്കിയിട്ടാണ് 3/4 ഇഞ്ച് തയ്യെത്തുമ്പാണ്. ഇനി ഇവിടെ നമ്മൾ 4 ഇഞ്ച് ഒരു പോയിന്റ് വെച്ച് ഇവിടെ ഇന്ന് ഒരു 1/2 ഇഞ്ച് കുറച്ച് വയ്ക്കുക. അതിനുശേഷം ഇതുപോലെ ചേർത്ത് വരയ്ക്കുക. അതുപോലെ ഇങ്ങോട്ട് ഒരു 1.25 ഇഞ്ച് കൊടുക്കുക. ഇതേപോലെ 2 ഇഞ്ച് ഹൈറ്റ്. അതിനുശേഷം ഇവിടെ നിന്ന് ഇതിങ്ങനെ ഷേപ്പ് കൊടുക്കുക. എന്നിട്ട് അത് ഇവിടെ നിന്ന് ഈ പോയിന്റിലേക്ക് വരയ്ക്കുക. അതിനുശേഷം ഇവിടെ ഒരു 1/4 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരച്ചെടുക്കുക. ഈ പീസ് വെട്ടി ഒഴിവാക്കും. ഇതിനാണ് നമ്മളിവിടെ 1/4 ഇഞ്ച് എക്സ്ട്രാ ഇട്ടത്. ഇവിടെ ഒരു 1/2 ഇഞ്ച് കുഴിച്ച് മാർക്ക് ചെയ്യാം. ഇവിടെ വന്നിട്ട് നമ്മൾ ചെസ്റ്റിൻ്റെ 4/1 7 ഇഞ്ച്, ഈ 1.25 ഒരു 3/4 2.5 ഇഞ്ച് എക്സ്ട്രാ ഇടണം. പിന്നെ 1.5 ഇഞ്ച് തയ്യത്തുമ്പും. അതുപോലെ ഇവിടെ ഉള്ളിലേക്ക് 1.5 ഇഞ്ച് തയ്യത്തുമ്പ് ഇടുക. അപ്പോൾ ഇതുപോലെ വരയ്ക്കുക. അതിനുശേഷം ഇതിൻ്റെ ബാക്ക് ഇതുപോലെ വയ്ക്കുക. എന്നിട്ട് ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഇതിലേക്ക് വരയ്ക്കുക. ഇവിടെ അതേപോലെ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ വരയ്ക്കുക. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഒരു അടയാളം ഇടാം. ഇതുപോലെയാണ് വരിക. ഇനി ഇത് നമുക്ക് തുണിയിൽ കട്ട് ചെയ്യാം. ഇത് പാഡ് വെച്ചിട്ടുള്ള ബ്ലൗസാണിത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ലൈനിങ്ങും കുറച്ച് കൂടുതൽ എടുക്കണം. ഒരു 1/2 മീറ്റർ സ്ലീവും കൂടെ ഇറക്കുണ്ടെങ്കിൽ ഒരു 1/2 മീറ്റർ കൂടുതൽ എടുക്കണം. ബ്ലൗസിന് 1 മീറ്റർ ആണെങ്കിൽ ലൈനിങ്ങിന് 1.5 മീറ്റർ എടുക്കണം. അപ്പോൾ ഇതിൻ്റെ മെയിൻ ക്ലോത്തിൽ വെച്ചിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. ഇത് ഇളകാതിരിക്കുക ഒരു പിന്ന് കുത്താം. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ സ്ലീവ് പഫ് സ്ലീവ് ആണ്. അത് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇടാം. അത് അല്ലെങ്കിൽ ഇത് ഒരുപാട് ലോങ് ആവും. ഇതിൻ്റെ സ്റ്റിച്ചിങ്ങും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് നോക്കാം. ആദ്യം ഇതിങ്ങനെ വെച്ചിട്ട് ചേർത്തടിച്ചെടുക്കുക. അതുപോലെ ഈ പീസും അടിച്ചെടുക്കാം.
അതിന് ശേഷം ഈ രണ്ട് സൈഡും ചേർത്തടിക്കാം. ഇനി അതേപോലെ ഈ സൈഡും അടിക്കാം. ഇനി ഇതേപോലെ നമ്മൾ ഒരു ലൈനിങ് കൂടെ ജോയിൻറ്റ് ചെയ്തെടുക്കണം. നമ്മളതാണ് ലൈനിങ് കൂടുതൽ വേണമെന്ന് പറഞ്ഞത്. തുണി കുറവായതുകൊണ്ട് ഞാനിവിടെ ജോയിൻ്റ് ഇട്ടിരിക്കുകയാണ്. ഇനി സാധാരണ നേരത്തെ പോലെ തന്നെ നമുക്കിവിടെ 10.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ാണ് ഇതിൽ വയ്ക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നല്ല വശത്ത് ഇതിങ്ങനെ ഒന്ന് മടക്കിയെടുക്കുക. എന്നിട്ട് സെൻറ്റർ ഒന്ന് അടയാളപ്പെടുത്തുക. അതുപോലെ ഇതിൻ്റെ എന്നിട്ട് ഈ സെൻറ്റർ ഇതിങ്ങനെ തിരിച്ചു വെച്ചിട്ട് ഇതിന് മേലെ വെച്ചിട്ട് ഈ 10.5 ഇഞ്ച് മാർക്ക് ചെയ്ത ഇവിടെ വെച്ചിട്ട് ഇവിടെ ഒന്ന് കെട്ടിട്ടെടുക്കുക. നേരെ താഴേക്ക് അടിച്ചാലും കുഴപ്പമില്ല. അതിനുശേഷം ഇത് തിരിച്ച് വയ്ക്കുക. അപ്പോൾ ഇതേപോലെ കമിഴ്ത്തി വയ്ക്കുക. അതിനുശേഷം ഇതിന് മേലെ വയ്ക്കുക. എന്നിട്ട് ചേർത്ത് തയ്ക്കുക. അപ്പോൾ ഇതേപോലെ തയ്ച്ചെടുക്കുക. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പമുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക.